ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു മസാല ദോശയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങൊന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഒരു സ്പൂണ് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൂവരപ്പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കരിഞ്ഞു പോകാതെ വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ പരിപ്പ് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മസാലയ്ക്ക്. തുവരപ്പരിപ്പും അതുപോലെ ഉഴുന്നും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്പൂൺ ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ. ഈ ഒരു മസാലയിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ വറ്റൽമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വറ്റൽമുളകും ഒക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു നല്ലൊരു കളർ കിട്ടാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. നല്ലപോലെ തന്നെ ആ ഒരു എണ്ണയിൽ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തിക്കായിട്ടിരിക്കും ഒരു മസാല. അപ്പം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർത്തിട്ട് നല്ലപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ദോശമാവ് എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ ചൂടൊന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പരന്ന് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോയുടെ മസാല വെച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിൽ നിന്ന് മടക്കിയെടുക്കാം. ഈ ഒരു മസാല ദോശ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ആക്കി നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്